Hello everyone. Surface chemistry മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സോളിഡ് കാറ്റലിസിസ്. ഇതിനു മുമ്പ് നമ്മൾ സോളിഡ് കാറ്റലിസിസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോസ് എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ സോളിഡ് കാറ്റലിസിസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം സാധാരണ ഒരു റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള സോളിഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് റിയാക്ഷൻ പറയാം. അമോണിയയുടെ റിയാക്ഷൻ എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ N2+3H2 gives 2NH3. ആരാണ് അവിടുത്തെ കാറ്റലിസ്റ്റ്? അമോണിയയുടെ റിയാക്ഷൻ തന്നെ എൻറ്റയർ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന കാറ്റലിസ്റ്റ് അയൺ ആണല്ലേ. അയൺ എന്ന് പറയുന്നത് എന്താ? ഇസ് എ സോളിഡ്, ശരിയല്ലേ? അപ്പോൾ സോളിഡ് കാറ്റലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ താങ്കൾക്ക് മുൻപേ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മുൻ വീഡിയോസ് കാണും. ശരി, എന്തൊക്കെയാണ് ഈ സോളിഡ് കാറ്റലിസ്റ്റുകളുടെ ഫീച്ചേഴ്സ്? എന്താണ് നോക്കൂ. ഒന്നാമത്തെ കാര്യം പറയുന്നത് ആക്ടിവിറ്റി എന്നാണ് അല്ലെ. ആക്ടിവിറ്റി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? സെലക്ടിവിറ്റിയാണ് അല്ലെ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? സെലക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരു സോളിഡ് കാറ്റലിസ്റ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് അഡ്സോർപ്ഷൻ എന്നുള്ള ഒരു ഫിനോമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെ. അഡ്സോർപ്ഷൻ എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ പഠിച്ചിരുന്നു അല്ലെ. ഓക്കെ, അപ്പോൾ കെമിസോർപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് സോളിഡ് കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര നന്നായി ഒരു സോളിഡ് കാറ്റലിസ്റ്റിന് കെമിസോർപ്ഷൻ നടത്താൻ പറ്റുമോ അതാണ് പറയുന്നത് എക്സ്റ്റെന്റ് ഓഫ് കെമി അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ കെമിസോർപ്ഷൻ അല്ലെ ഡിപ്പെൻഡ്സ് ദി ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് അഥവാ കാറ്റാലിസിസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ എത്രത്തോളം ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്സോർബ് ചെയ്യുന്നുണ്ട്, അതിന്റെ ബേസ് ആയിരിക്കും അതിന്റെ എന്ത് വരിക, അഡ്സോർപ്ഷന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം അവിടെ എന്തുണ്ടാവും, കാറ്റലിറ്റിക് ആക്ടിവിറ്റിയും കൂടും അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീരിയോഡിക് ടേബിളിൽ നമുക്ക് പീരിയോഡിക് ടേബിളിന്റെ ആദ്യത്തെ രണ്ട് ഗ്രൂപ്പുകൾ എക്സ് ബ്ലോക്ക് ബിലോങ് ചെയ്യുന്നതാണ്. അവിടെ കഴിഞ്ഞിട്ട് 3 തൊട്ട് അങ്ങോട്ട് അല്ലെ, തേർഡ് ഗ്രൂപ്പ് ഓൺവേർഡ്സ്. എന്നാൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് 3 to അല്ലെ 12 നമുക്കറിയാം അല്ലെ, ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക് ആണ്. അവരിൽ 5 to 11 ഫിഫ്ത്ത് ഗ്രൂപ്പ് തൊട്ട് 11th ഗ്രൂപ്പ് വരെയുള്ള കാറ്റലിസ്റ്റുകളുടെ ഒരു നിര തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഈ 5th to 11th നമ്മൾ ഈ പല റിയാക്ഷനുടെയും കാറ്റലിസ്റ്റ് ആയിട്ട് കാണുന്ന അല്ലെ ആരൊക്കെ? പ്ലാറ്റിനം PT, നിക്കൽ Ni, ക്രോമിയത്തിന്റെ ഓക്സൈഡുകൾ Cr, വനേഡിയം പെന്റോക്സൈഡ് സൾഫ്യൂരിക് ആസിഡിന്റെ അല്ലെ പ്രോസസ്സിൽ വരുന്ന വനേഡിയം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് കോപ്പർ, സിങ്ക്. ഇതുപോലത്തെ നിരവധിയായിരുന്ന സോളിഡ് കാറ്റലിസ്റ്റുകളെല്ലാം 5 to 11 അല്ലെ ഗ്രൂപ്പുകളിൽ ബിലോങ് ചെയ്യുന്ന അല്ലെ. അപ്പോ ഇതിലെ സൂപ്പർ കാറ്റലിറ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈ എക്സ്റ്റെന്റ് ഓഫ് കെമിസോർപ്ഷൻ ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 to 9 ഹൈ എക്സ്റ്റെന്റ് ഓഫ്. അതായത് ആരാണ് ഈ 7 to 9 ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാർ? നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം പീരിയോഡിക് ടേബിളിൽ മാംഗനീസ്, റൈറ്റ്, മാംഗനീസ്. അതുപോലെ തന്നെ അല്ലെ അടുത്തത് ആരാ വരുന്നത്? അയൺ. പിന്നെ ആരാ വരുന്നത്? ക്രോമിയം. ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഹൈ എക്സ്റ്റെന്റ് ഓഫ് കെമിസോർപ്ഷൻ ഉള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എക്സ്റ്റെന്റ് ഓഫ് കെമിസോർപ്ഷൻ ഓഫ് എ സോളിഡ് കാറ്റലിസ്റ്റ്. എത്രത്തോളം നന്നായി റിയാക്ടന്റ് മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും അത്രയും നന്നായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റലിസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തൊരു കാര്യം എന്താ പറയുന്നത്? സെലക്ടിവിറ്റി ആണ് പറയുന്നത് അല്ലെ. സെലക്ടിവിറ്റിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ റിയാക്ടന്റിൽ നിന്നും മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. ആ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അതിനുള്ളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓരോ കാറ്റലിസ്റ്റിന്റെയും ജോലിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യം വരുന്നത്. ഇതോ ആക്ടിവിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. നോക്കൂ, ആക്ടിവിറ്റിയുടെ കാര്യം എന്താ പറയുന്നത്? നിങ്ങൾക്ക് കാണാം ആദ്യത്തെ 2 റിയാക്ഷൻ നോക്കുക. ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് ഓക്സിജൻ ഉണ്ടാകും. നോക്കൂ, നമ്മുടെ കയ്യിൽ കുറച്ച് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും വയ്ക്കും. വെറുതെ അവർ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അല്ലെ സ്റ്റെയർ ചെയ്ത് കൊടുത്ത് തന്നെ അത് വാട്ടർ ആകുമോ? ഇല്ല. ഓക്കെ, അപ്പൊ ആ റിയാക്ഷനുകൾ നടത്താൻ വേണ്ടി നമുക്കൊരു സോളിഡ് കാറ്റലിസ്റ്റ് സപ്പോർട്ട് വേണം. അയാളാണ് പ്ലാറ്റിനം. ഈ പ്ലാറ്റിനം 2 ഗ്യാസുകളെയും നന്നായി എന്ത് ചെയ്യുന്നു, അബ്സോർബിങ് അല്ലെ അവരുടെ സർഫസിലേക്ക്. ആ കെമി അഡ്സോർപ്ഷൻ ആണ് എന്തുണ്ടാക്കുന്നത് പറയുന്നുണ്ട്, ഇതിന്റെ റിയാക്ഷൻ ഫാസ്റ്റർ ആക്കാനായിട്ട് സഹായിക്കുന്നത്. അതാണ് ആക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്?
സെലക്ടിവിറ്റി ആണ് അല്ലെ. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അല്ലെ, സെലക്ടിവിറ്റി ആണ് ഇപ്പൊ സെലക്ട് ആയി വന്നിരിക്കുന്നത്. സെലക്ടിവിറ്റിയിലാണ് നമ്മൾ 3 റിയാക്ഷൻസ്, താഴെയുള്ള 3 റിയാക്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. റിയാക്ടൻസ് ആരൊക്കെയാ? കാർബണും ഹൈഡ്രജനും ആണ്, രണ്ടുപേരും ഗ്യാസ് ആണ് അല്ലെ. അപ്പോൾ അത്തരം ഗ്യാഷ്യസ് റിയാക്ഷനുകളിലാണ് ആരുടെ ഇമ്പോർട്ടൻസ് വരുന്നത്? സോളിഡ് കാറ്റലിസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ സോളിഡ് കാറ്റലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കി നോക്കൂ നിങ്ങൾ. കോപ്പർ അല്ലെ, നിക്കൽ, അതുപോലെ തന്നെ കോപ്പർ ഇൻ സപ്പോർട്ട് വിത്ത് സിങ്ക് ഓക്സൈഡ് ആൻഡ് ക്രോമിയം ഓക്സൈഡ്. എല്ലാവരും നിങ്ങൾക്കറിയാം, ഇപ്പൊ പറഞ്ഞ എല്ലാ കാറ്റലിസ്റ്റുകളും ഏത് ബ്ലോക്കിൽ വരുന്നതാണ്? ഡി ബ്ലോക്കിൽ വരുന്നതാണ്. കൂടാതെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവര് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? 5 to 11 ഗ്രൂപ്പുകളിലുള്ളിൽ ഒതുങ്ങുന്ന ആൾക്കാരാണ്. നോക്ക്, കാറ്റലിസ്റ്റുകളുടെ വ്യത്യാസം കൊണ്ട് ഒരേ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഫസ്റ്റ് റിയാക്ഷൻ നോക്കാം നമുക്ക്. കോപ്പറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കോപ്പർ ഇവരെ എന്താക്കി മാറ്റുന്ന പറയുന്നത്? ഫോർമാൽഡിഹൈഡ് ആക്കി മാറ്റും. കോപ്പർ ഇതിനെ ഫോർമാൽഡിഹൈഡ് ആക്കി മാറ്റും. ഓക്കെ, ദെൻ കോപ്പറിന് പകരം നിക്കൽ ആണ് അവിടെ വരുന്നതെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ വ്യത്യാസപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ 2 പ്രോഡക്ട്സ് ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ്? ഒന്ന് മീഥെയിൻ, മറ്റൊന്ന് വാട്ടർ. അപ്പൊ നോക്കൂ, കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനൊപ്പം റിയാക്ട് ചെയ്യുന്നത്. കോപ്പറിന്റെ പ്രസൻസിലാണെങ്കിൽ ഫോർമാൽഡിഹൈഡ്, നിക്കലിന്റെ പ്രസൻസിലാണെങ്കിൽ മീഥെയിൻ പ്ലസ് വാട്ടർ കിട്ടും. ഇനി മറ്റൊരു പ്രോഡക്റ്റ് നോക്കി നോക്കുക. കോപ്പർ റിയാക്ട് വിത്ത് carbon monoxide react with the hydrogen in the presence of copper catalyst in support with the zinc oxide. Copper catalyst അല്ലെങ്കിൽ zinc oxide chromium trioxide ന്റെ കോമ്പിനേഷനിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, ഡൈക്രോമിയം ട്രയോക്സൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് CH3OSIS മെത്തനോൾ അല്ലെ. ശരി, ഇതാണ് സെലക്ടിവിറ്റി. അതായത് ഓരോ കാറ്റലിസ്റ്റിനും സെലക്റ്റീവ്ലി അല്ലെ സെയിം റിയാക്ടൻസിനെ വ്യത്യസ്ത പ്രൊഡക്റ്റുകളിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കും. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എന്തുണ്ടായിരിക്കുക, സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുക, റിയാക്ഷനിൽ പങ്കെടുത്തുകൊണ്ട് പ്രൊഡക്ട്സിനെ ഉണ്ടാക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോക്കൂ, അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റുകളാണ്. നോക്കൂ, ഇതുവരെ പറഞ്ഞിരുന്ന കാറ്റലിസ്റ്റുകളിൽ എന്തോ സംതിങ് എക്സ്ട്രാ ഫീച്ചർ ഉള്ള അല്ലെ ചില പ്രത്യേക ഗ്രൂപ്പുകൾ വരികയാണ് അല്ലെ. അന്ന് നമ്മൾ അവരോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രത്യേകത. അപ്പൊ ഇവർ പറയാണ് ഞങ്ങൾക്കൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് റിയാക്ടന്റിന്റെ സൈസും ഷേപ്പിനൊക്കെ ബേസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കെമിസോർപ്ഷൻ നടത്തുള്ളൂ. അങ്ങനെ എല്ലാവരെയും ഞങ്ങൾ കെമിസോർപ്ഷൻ നടത്തുന്നില്ല. റൈറ്റ്? അങ്ങനെ പ്രത്യേകം റിയാക്ടന്റ് മോളിക്യൂളുകളെ കെമിസോർപ്ഷൻ നടത്തിക്കൊണ്ട് റിയാക്ഷൻ നടത്തുന്ന ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങളുടെ സർഫസിൽ പ്രത്യേക ഡിസൈൻസിലുള്ള അല്ലെ പോറസ് സ്ട്രക്ചറുകൾ കാണാൻ സാധിക്കും. എന്താ പറഞ്ഞ? പോറസ് സ്ട്രക്ചറുകൾ കാണാൻ സാധിക്കും. അത്തരം സർഫസ് ആക്റ്റീവ് സെപ്പറേറ്റ് ഷേപ്പുകളുള്ള സർഫസുകളുള്ള കാറ്റലിസ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കാണാം, സിയോലൈറ്റ്സ് എന്ന് പറയുന്ന. അത് സിയോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ നെയിം ആണ് അല്ലെ. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റുകൾ ഒരു ഗ്രൂപ്പിന്റെ ജനറൽ നെയിം ആണ് സിയോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ സിയോലൈറ്റ്സിനുള്ളിൽ അലൂമിനിയം, ഓക്സിജൻ, സിലിക്കൺ, Al ഒരു സിംഗിൾ ബോണ്ട്, ഓക്സിജൻ സിംഗിൾ ബോണ്ട്, സിലിക്കൺ, ഇങ്ങനെ എന്ത് കാണാൻ സാധിക്കും? നിരവധിയായിരുന്ന ബോണ്ടുകൾ പ്രത്യേക കേജ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിലൊരു പ്രോട്ടോടൈപ്പ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അല്ലെ. ഹെക്സഗണൽ സ്ട്രക്ചേഴ്സ് ഉള്ള പോറുകൾ അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട് ഹണികോം അല്ലെ, തേനീച്ച കൂടിന് അല്ലെ ഒരു പ്രത്യേക അല്ലെ ഡിസൈൻ ഉണ്ടായിരിക്കും. അതുപോലെ സർഫസിൽ പ്രത്യേക കാവിറ്റീസ് ഉള്ള പോർസ് ഉള്ള എന്തിനുണ്ടാവും? കാറ്റലിസ്റ്റുകൾ ഉണ്ടാവും. ഇവര് മൊത്തം റിയാക്ടന്റുകളിൽ നിന്നും ഡെഫിനറ്റ് സൈസ് ആൻഡ് ഷേപ്പ് ഉള്ള റിയാക്ടന്റ് മോളിക്യൂൾസിനെ മാത്രം അബ്സോർബ് ചെയ്യുകയും അവരെ മാത്രം റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അതാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. അപ്പൊ സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫേമസ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റുകളാണ്. സിയോലൈറ്റ്സിന്റെ മറ്റൊരു പേരാണ് അലുമിനോ സിലിക്കേറ്റ്സ്. അലുമിനോ സിലിക്കേറ്റ്സിനെയാണ് നമ്മൾ പറഞ്ഞത്. അതിനുള്ളിൽ എന്തിന്റെ നെറ്റ്വർക്ക്സ് കാണാൻ സാധിക്കും? അലൂമിനിയം, സിലിക്കൺ, ഓക്സിജൻ ബോണ്ടുകളുടെ ഒരു നെറ്റ്വർക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ അപ്പോൾ ഇവരുടെ ഈ പോറസ് അല്ലെങ്കിൽ ഈ പ്രത്യേക ഷേപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്. ഈ ആക്റ്റീവ് സൈറ്റുകളിലേക്ക് റിയാക്ടന്റ് മോളിക്യൂൾസിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് അല്ലെ അവരവിടേക്ക് ക്യാച്ച് ചെയ്തുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്തിട്ട് റിയാക്ഷൻ നടത്തുന്നത്. ശരി, ഇനി സിയോലൈറ്റ്സുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിലാണ്. നമുക്ക് പെട്രോളിയം അല്ലെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന റിയാക്ഷനുകൾ, അതായത് പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അവരൊക്കെ ഹയർ ഹൈഡ്രോകാർബൺ, അതായത് ഒക്ടെയിൻ
ഏത് ഈതെയിൻ മീതെയിൻ പറയുന്ന പോലെ ഒക്ടെയിൻ പോലുള്ള ആൾക്കാർ അവരെ എന്ത് ചെയ്യണം നമ്മുടെ ക്രാക്ക് ചെയ്ത് ചെറിയ ചെറിയ അല്ലെ എന്തുണ്ടാവണം ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ. ആ റിയാക്ഷനുകളെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിക്കുന്ന ഈ സിയോലൈറ്റ് പോലുള്ള കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ആ സിയോലൈറ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ZSM5 എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ്. അപ്പൊ ZSM5 എന്താണ്? ഒരു സിയോലൈറ്റ് ആണ്. സിയോലൈറ്റ് ആയതുകൊണ്ട് അയാൾ ഒരു ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആണ്. എവിടെ ഉപയോഗിക്കുന്നു? പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നു. എന്തിനാണ്? ഹയർ ഹൈഡ്രോ കാർബൺസ് അതായത് ഒക്ടെയിൻ പോലുള്ള ആൾക്കാരെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റുന്നു. ലൈക്ക് ഹെക്സെയിൻ മീതെയിൻ പോലുള്ള ആൾക്കാരാക്കി ചുരുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ഷനുകളിലാണ് ഇവര് പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എൻസൈം കാറ്റാലിസിസ് എന്നാണ് പറയുന്നത് അല്ലെ. എൻസൈം കാറ്റാലിസിസ് വേറെ തന്നെ ഒരു ആൾക്കാരാണ്. എൻസൈം കാറ്റാലിസിസ് എന്താണ് ഈ സംഭവം? സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മളെല്ലാവരും എണീറ്റ് കഴിഞ്ഞിട്ട് അല്ലെ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലെ, സ്കൂളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നു അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നു. നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് തോന്നുകയാണ് വിശക്കുണ്ടല്ലോ അല്ലെ. ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങനെ വിശക്കണേ, രാവിലെ ഇതൊക്കെ തട്ടി കയറ്റിട്ടാണ് നമ്മൾ പോയിക്കുന്നത്. അപ്പോ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് ഇതിനോടകം നമുക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജമാക്കി മാറ്റി കഴിഞ്ഞ് നമ്മളത് ഉപയോഗിച്ച് കുറച്ച് നേരം അല്ലെ ക്ലാസ് ഒക്കെ കേട്ടിരുന്നു. ആ ഊർജ്ജത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തോന്നുകയാണ് വിശക്കുണ്ടല്ലോ, സബ്സ്ട്രേറ്റ് മോളിക്യൂളൊന്നും നമ്മുടെ അകത്തേക്ക് ചെന്നില്ലല്ലോ. ഉച്ചയാകുമ്പോൾ നമ്മൾ അല്ലെ എന്ത് ചെയ്യാൻ തുടങ്ങി, ചോറൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്ക് സെറ്റായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഉള്ളിലും ഒരു കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. ഇതങ്ങനെയല്ല. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നന്നായി പരിശ്രമിച്ചാൽ വേണമെങ്കിൽ അല്ലെ രാവിലെ ഒരു 8 മണിക്ക് അല്ലെങ്കിൽ ഒരു 9 മണിക്ക് കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ 11 മണിക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ കഴിക്കാം അല്ലെ. ഇതിന് നമ്മളെ സഹായിക്കുന്ന ആളാണ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു കാറ്റലിസ്റ്റ് ആണ് എൻസൈമുകൾ. പിടികിട്ടിയായിരുന്നോ? അപ്പോ ലിവിങ് ഓർഗാനിസത്തിലെ പല ആക്ടിവിറ്റീസിനെയും അതായത് പ്ലാന്റ്സിലും അനിമൽസിലും പല റിയാക്ഷൻസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പല റിയാക്ഷൻസിനെയും സ്പീഡപ്പ് ആക്കുന്നത് ആരാണ്? ചില കാറ്റലിസ്റ്റുകളാണ്. ആ കാറ്റലിസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻസൈമുകൾ എന്ന് വിളിക്കുന്നത്. എൻസൈംസ്. പിടികിട്ടിയായിരുന്നോ? അപ്പോ എൻസൈമുകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻസൈമുകൾ നൈട്രോജീനസ് ബേസുകളാണ്. എന്ന് പറഞ്ഞാൽ നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്നു അല്ലെ. ഓർഗാനിക് കോമ്പൗണ്ട്, നൈട്രോജൻ ബേസ് അല്ല സോറി, നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ചില ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് എന്തെന്ന് പറയുന്നത് എൻസൈമുകൾ എന്ന് പറയുന്നത്. അത് ചില പ്ലാന്റ്സും അനിമൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ടാവും. അത്തരം എൻസൈമുകളാണ് എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് നമ്മുടെ ലിവിങ് ഓർഗാൻസിലെ പല ആക്ടിവിറ്റീസും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റൊരു പേരുണ്ട്. നിങ്ങൾക്ക് കാണാം അവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് നമ്മുടെ 2ാമത്തെ പോയിന്റിൽ ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ് അഥവാ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നൊക്കെ ഇവരെ പറയും. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. ആരാണ് എൻസൈമുകളുടെ ചില പേരുകളൊന്നും ആലോചിച്ച് നോക്കിയൊക്കെ. എൻസൈമുകളുടെ പേരുകൾ അല്ലെ. ഇൻവെർട്ടേസ്, സൈമേസ്, ബയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സലൈവറി അമിലേസ്, പെപ്സിൻ അല്ലെ, അതുപോലെ ഡയസ്റ്റേസ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോസ്റ്റ് ഓഫ് ദ എൻസൈമിന്റെയും പേരുകൾ അവസാനിക്കുന്നത് ASE അവസാനിക്കുന്നത് അല്ലെ. ASE. ചില ഫുട്ബോൾ കളിക്കാർ, ചില രാജ്യത്തെ ഫുട്ബോൾ കളിക്കാരുടെ പേരുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതുപോലെ തന്നെ അവസാനിക്കുന്നുണ്ട്. പേരുകൾക്ക് കുറെ അവസാനമുള്ള ആൾക്കാരുണ്ട് അല്ലെ. ശരി, അതുപോലെ ASE അവസാനിക്കുന്നത് ഇൻവെർട്ടേസ്, സലൈവറി അമിലേസ്, ഡയാസ്റ്റേസ് അല്ലെ, മാൾട്ടേസ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്ത് ആക്ടിവിറ്റീസ് ആണ് കഴിക്കുന്നത്. നോക്കൂ, നമ്മൾ ചായ കുടിച്ചു, ചായയിൽ പഞ്ചസാരയുണ്ട്, പഞ്ചസാര സൂക്രോസ് ആണ് അല്ലെ. ഫസ്റ്റ് റിയാക്ഷൻ നോക്കുക. സൂക്രോസിനെ ഡിവൈഡ് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്ന റിയാക്ഷനെ നമ്മുടെ ശരീരത്തിലെ കാറ്റാലിസിസ് ചെയ്യുന്നത് ഏത് എൻസൈം ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ്. ഓക്കെ, അത് എന്തിൽ നിന്നുമാണ് ഇൻവെർട്ടേസ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സോഴ്സിൽ നിന്ന് ഇൻവെർട്ടേസിന് കിട്ടും. ഓക്കെ, അപ്പൊ ഇൻവെർട്ടേസ് നമ്മുടെ ശരീരത്തിൽ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ സൂക്രോസിനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഇനി ഗ്ലൂക്കോസിനെ തന്നെ ഈസ്റ്റ് സപ്ലൈ ചെയ്യുന്ന മറ്റൊരു എൻസൈമാണ് ഇൻവെർട്ടേസ് അല്ലാണ്ട് മറ്റൊരു എൻസൈമാണ് സൈമേസ്. അത് ഗ്ലൂക്കോസിനെ എഥൈൽ ആൽക്കഹോൾ ആക്കി മാറ്റും, എത്തനോൾ ആക്കി മാറ്റും.
നമുക്ക് വൈൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ, എന്താ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഇട്ടിട്ട് അതിലേക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഷുഗർ ഒക്കെ ആഡ് ചെയ്യും. അപ്പൊ ഫ്രൂട്ട്സിനുള്ളിലും ഷുഗറിനുള്ളിലും എന്തുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള സൂക്രോസിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും. ആ സൂക്രോസിന്റെ കണ്ടന്റിനെ എത്തനോൾ ആക്കി മാറ്റുന്നത് ഈസ്റ്റിന്റെ സഹായത്തോടെ ഈസ്റ്റ് 2 എൻസൈമിനെ സപ്ലൈ ചെയ്യും. ഇൻവെർട്ടേസ് എന്താ ചെയ്യുന്നത്, സൂക്രോസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് സൈമേസ് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, ഗ്ലൂക്കോസിനെ ആൽക്കഹോൾ ആക്കി മാറ്റും. നോക്കൂ, മറ്റൊന്നാണ് യൂറിയ അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മറ്റൊരു സംഭവമാണ് യൂറിയ. ഈ യൂറിയനെ ഹൈഡ്രോളിസിസ് ചെയ്യാൻ അല്ലെ എന്താക്കി മാറ്റുന്ന പറഞ്ഞാൽ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന എൻസൈമാണ് യൂറിയേസ്. ഓക്കെ, ഇതുപോലെ മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ് മാൾട്ടേസ്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മുടെ മലയാളികളുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ചോറാണ് അല്ലെ. അപ്പോൾ റൈസിൽ നിന്നും വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഈ സ്റ്റാർച്ചിനെ മാൾട്ടേസ് ആക്കി മാറ്റുന്നത് ആരാണെന്ന് പറയുന്നത് ഡയസ്റ്റേസ്. ഇങ്ങനെ ഒരുപാട് എൻസൈമുകളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ. നോക്കൂ, ആ എൻസൈമുകളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കാറ്റലിസിസ്. 6 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഇതിനുള്ളിൽ പഠിക്കാൻ. എന്തൊക്കെ ആയിരിക്കാം 6 പോയിന്റ്സ്? ഇതിലെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് പറയുന്നത്, എൻസൈംസ് ആർ ഹൈലി എഫിഷ്യന്റ്. പറയേ വേണ്ട, നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് വിശന്ന് തുടങ്ങും. കാരണം എന്താണ്, എൻസൈംസ് അത്രയും എഫിഷ്യന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന 1000 മോളിക്യൂൾസ് ഓഫ് സബ്സ്ട്രേറ്റ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള അല്ലെ ചോറ് അല്ലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താക്കി മാറ്റും, എനർജി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്തുകൊണ്ടാണ്, ഡ്യൂ ടു ഇറ്റ്സ് എഫിഷ്യൻസി. അതുകൊണ്ടാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കാറ്റലിസിസ് എന്ന് പറഞ്ഞാൽ ഹൈലി എഫിഷ്യന്റ്. വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്. രണ്ടാമത്തെ കാര്യം ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു, ഇൻവെർട്ടേസ് എന്തിനെ മാത്രമേ ചെയ്യുള്ളൂ, സുക്രോസിനെ എന്താക്കി മാറ്റണു, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റണം. നോക്കൂ, ഇൻവെർട്ടേസിന്റെ തന്നെ സോഴ്സ് എന്ന് പറയുന്ന മറ്റൊരു എൻസൈമാണ് സൈമേസ്. അയാളുടെ റോള് ഗ്ലൂക്കോസിനെ എത്തിൽ ആൽക്കഹോൾ ആക്കി മാറ്റുക. ഈ റോളുകളെ പരസ്പരം വെച്ചു മാറാൻ സാധിക്കുമോ? ഓക്കെ, ഇൻവെർട്ടേസ് സൈമേസും ഈസ്റ്റും തന്നെയാണല്ലോ വരുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? പറ്റില്ല. ഒരാളുടെ ജോലി മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ സാധിക്കില്ല അല്ലെ. സിനിമയിൽ നമ്മൾ ചില കഥാപാത്രം ചെയ്യുമ്പോൾ പറയും, ഓ ഇത് അയാൾക്കും വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, ഇത് ഇന്ന ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതുപോലെ ഇൻവെർട്ടേസിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇൻവെർഷൻ ഓഫ് ഷുഗർ. മറ്റൊന്ന് ഗ്ലൂക്കോസിനെ എത്തിൽ ആൽക്കഹോൾ ആക്കി മാറ്റുന്ന സൈമേസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. യൂറിയനെ അമോണിയ ആക്കി മാറ്റുന്ന യൂറേസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് സെലക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ റിയാക്ഷനുകൾക്കും ഓരോ എൻസൈമുകളെ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഹൈലി സ്പെസിഫിക്. രണ്ടാമത്തെ കാര്യം ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം ടെമ്പറേച്ചർ. 298 കെൽവിൻ ടു 310 കെൽവിൻ. ശ്രദ്ധിക്കുക, ആ ടെമ്പറേച്ചറിലായിരിക്കും എപ്പോഴും എൻസൈമുകൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുമ്പോൾ എൻസൈമിന്റെ ആക്ടിവിറ്റി കുറയും. അതാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 298 to 310 കെൽവിൻ എന്ന് പറയും. നമുക്കൊരു പനി വരുമ്പോ അല്ലെ, നമ്മൾ നന്നായി ഫുഡ് കഴിക്കാനുള്ള ശ്രമിക്കുക അല്ലെ. നമ്മൾ എന്ത് ചെയ്യല, ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുള്ളൂ. കാരണം എന്താ, എൻസൈമുകൾ വേണ്ടത് പ്രവർത്തിക്കില്ലേ അല്ലെ, ദഹിക്കാണ്ടേ വരും അല്ലെ. പനി വന്ന് നമ്മൾ ഡോക്ടറെ കാണാൻ പോയിട്ട് അല്ലെ, നമുക്ക് ആരെങ്കിലും ബിരിയാണി മേടിച്ചു തരും? ഇല്ലേ. ഇനി അങ്ങനെ കഴിക്കുന്നവരുണ്ടോ? ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോ ഇവര് നമ്മൾ സാധാരണ ലൈറ്റ് ഫുഡാണ് കഴിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ, എൻസൈമാറ്റിക് ആക്ടിവിറ്റി കുറവായിരിക്കും. കാരണം ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ ഇപ്പോ കൂടുതലാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, എൻസൈമുകൾക്ക് വർക്ക് ചെയ്യാൻ ഒരു സേഫ് ടെമ്പറേച്ചർ ഉണ്ട്. അതിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ, അതിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നു. ശരി, അതുപോലെ തന്നെ ടെമ്പറേച്ചർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്, pH വാല്യൂ. നമ്മുടെ ശരീരത്തില് 5 to 7 പ്രോപ്പർ ആയിട്ട് എൻസൈംസിന് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ മൊത്തം pH നമുക്കറിയാം മോർ ബേസിക് ആണ്. പക്ഷെ നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ഒക്കെ എത്രയാണ്, അസിഡിക് ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അസിഡിക്കിലായിരിക്കും കൂടുതലും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, നമ്മുടെ എൻസൈമുകൾ വർക്ക് ചെയ്യുക. കൂടുതൽ അസിഡിക് ആവുമ്പോൾ സംഭവിക്കും, എൻസൈമുകൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന, കൂടുതലൊക്കെ ഓയിലിയുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ നടക്കാണ്ട് വരിക. കാരണം എന്താ, എൻസൈമുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലേ. സിമ്പിൾ. ഓക്കെ, അങ്ങനെ 4-5ാമത്തെ പോയിന്റ് വരുമ്പോ ഇൻക്രീസിംഗ് ആക്ടിവിറ്റി ഇൻ ദ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോഎൻസൈംസ്. എന്താണ് പറയുന്നത്, കോഎൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റമിൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞേക്കാം, നമ്മൾ ധാരാളം വൈറ്റമിൻസ് ഉള്ള ഫുഡ് കഴിക്കും
അല്ലെ. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റമിൻസിന്റെ പ്രസൻസ് ആണ് എന്ത് സഹായിക്കുന്നത്, എൻസൈമുകളുടെ ആക്ടിവിറ്റീസ് നന്നായി നടക്കാൻ സഹായിക്കുന്നത്. നമുക്കറിയാം വൈറ്റമിൻസിന്റെ പോരായ്മ പല ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, എൻസൈംസ് ആ ബോഡിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ ഗ്രോത്തിനെ ബാധിക്കാം, മറ്റു പല ഡിസീസസ് ഉണ്ടാവും. അപ്പൊ കോ എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ്, വിറ്റമിൻസ് ആണ്. വിറ്റമിൻസിന്റെ പ്രസൻസ് എൻസൈമറ്റിക് ആക്ടിവിറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നു ആക്ടിവേറ്റേഴ്സ്. ചില മെറ്റൽ അയോൺസ്, കോപ്പർ 2+, Na+ പോലുള്ള മെറ്റൽ അയോൺസ് നമ്മൾ കഴിക്കുന്ന ഫുഡ് വഴിയോ വെള്ളം വഴിയോ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഈ മെറ്റൽ അയോൺസ് ആണ് ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അവർ എന്ത് ചെയ്യുന്നവരാണ്, നമ്മുടെ ശരീരത്തിന്റെ ആക്ടിവിറ്റി, എൻസൈമാറ്റിക് ആക്ടിവിറ്റിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു കാര്യം പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് പോയ്സൺസ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പല എന്താ പറയുക ആർട്ടിഫിഷ്യൽ അല്ലെ ഫുഡുകളിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പല ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസസും എൻസൈമാറ്റിക് ആക്ടിവിറ്റി എന്ത് ചെയ്യണം, സ്ലോ ഡൗൺ ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ 6 പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, എൻസൈം കാറ്റലിസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രത്യേകം കേൾക്കുക അല്ലെ. അടുത്തത് പറയുന്നത് എന്താണ്, മെക്കാനിസം ഓഫ് എൻസൈം കാറ്റാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. എന്താ പറയുന്നത്, മെക്കാനിസം ഓഫ് എൻസൈം കാറ്റലിസിസ്. നമ്മൾ പറഞ്ഞു ഒരു എൻസൈം ഒരു സബ്സ്ട്രേറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലെ. അതാണ് നമ്മൾ അവിടെ കാണിച്ചിരിക്കുന്നത് ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് പറഞ്ഞത്. ഒരു ലോക്കിന് ഒരു കീയേ ഉള്ളൂ അല്ലെ. നമ്മൾക്ക് ഏറ്റവും വലിയ ടെൻഷൻ ആണ് പറയാ അല്ലെ, കീയെ കൊണ്ടുപോകണം പറഞ്ഞേക്കാം, അതെ താക്കോല് പോവരുത് അല്ലെ. അപ്പോ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു സബ്സ്ട്രേറ്റ്, ഇപ്പൊ ഗ്ലൂക്കോസിന് അല്ലെ ഫിറ്റ് ആവുന്ന എൻസൈം ആരാ, സൈമേസ് ആണ്. സുക്രോസിന് ഫിറ്റ് ആവുന്ന എൻസൈം ഇൻവേർട്ടേസ് ആണ്. ഇതിന് രണ്ടിനും മാറ്റാൻ പറ്റില്ല അല്ലെ. അതായത് ഇവർക്ക് പ്രത്യേകത ഓരോ സബ്സ്ട്രേറ്റുകളുടെയും ഒരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു സൈറ്റ് എപ്പോഴും എവിടെ കാണാം, എൻസൈമുകളാണ്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം എൻസൈം ഇ ഒരു കീ പോലെ നിൽക്കുന്നു അല്ലെ. ആ ബൈൻഡിങ് സൈറ്റിലേക്ക് ഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആരുണ്ടാവുക, എൻസൈം അഥവാ സബ്സ്ട്രേറ്റ് എസ് എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ. അതായത് ഗ്ലൂക്കോസ് ആണ് സബ്സ്ട്രേറ്റ് ഉദ്ദേശിക്കുന്നത്, എൻസൈം അവിടെ ആരാണ്, സൈമേസ് ആണ്. അപ്പൊ ഇവർക്ക് ഈ സൈറ്റുകളിലേക്ക് കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിലായിരിക്കും എന്തുണ്ടാവുക, ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഈ എൻസൈമുകള് ഈ സൈറ്റുകളിലേക്ക് എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് കാണാം അല്ലെ, സ്ക്രീനിൽ കാണാം രണ്ടാമത്തെ ഫിഗറിൽ അത് രണ്ടും ഫിറ്റ്. ഇപ്പൊ എന്ത് നടക്കും, നല്ല സ്പീഡിൽ റിയാക്ഷൻ നടക്കുന്നു. സബ്സ്ട്രേറ്റ്സ് ഗ്ലൂക്കോസിൽ നിന്ന് മാറി എത്തിൽ ആൽക്കഹോൾ ആവണം അല്ലെങ്കിൽ എനർജിയിലേക്ക് മാറുന്നു. അങ്ങനെ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, എൻസൈമുകൾ റീജനറേറ്റ് ചെയ്യും, സബ്സ്ട്രേറ്റ് ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറും, പ്രൊഡക്ട്സ് ആയിട്ട്. വളരെ സിമ്പിൾ ആയിട്ട് എൻസൈം കാറ്റാലിസിസ് നടന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, ആക്റ്റീവ് സൈറ്റുകൾ എൻസൈമുകളുടെ എന്ത് ഷേപ്പിലാണോ ഉള്ളത് അതിന് കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കും സബ്സ്ട്രേറ്റുകളുടെ ഷേപ്പ് വരെ. അതുകൊണ്ട് ഒരു എൻസൈമിന് ഒരു സബ്സ്ട്രേറ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിറ്റ് ആവുള്ളൂ, സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടുകൂടി സർഫസ് കെമിസ്ട്രിയുടെ ഒരു പകുതിയോളം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇതിന്റെ ബാക്കി ഭാഗം കൊളോയിഡ്സ് എന്ന് പറഞ്ഞ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.